നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത കോളിഫ്ലവറാണ്. ഇപ്പം ക്യാരറ്റ്, നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് നന്നായി കോളിഫ്ലവർ ആദ്യം ഇട്ട് വഴറ്റിയതിന് ശേഷം ക്യാബേജും ക്യാപ്സിക്കും ഇടാം. ഇനി ഇതിലേക്ക് സ്വല്പം ക്യാബേജ് അതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം ക്യാപ്സിക്കം ഒരു സവാള ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അരിയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച കാരണം അത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. സ്വല്പം കുരുമുളക് പൊടി, ഇതിന് നന്നായി ഒന്ന് വഴയ്ക്കുക. കോഴിമുട്ട ഒഴിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇത് സെപ്പറേറ്റ് ചിക്കിയിട്ട് ഇതിൽ ചേർക്കുക ചെയ്യുക. പക്ഷെ ഞാനിത് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചിക്കൻ. ഇപ്പോൾ കോഴിമുട്ട 2 ഇട്ടത് നന്നായി ചിക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ പൊടി പൊടിയായിട്ട് വറുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇനി വേവിച്ച് വെച്ച റൈസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിൽ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സൺഫ്ലവർ ഓയിലാണ്. ഒരല്പം സോയാ സോസ്, ഒരല്പം പെപ്പർ പൗഡർ, ഒരല്പം ടൊമാറ്റോ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്നെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മല്ലിയും പൊതിനും കൂടി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ സിമ്മിൽ ഒരു 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കുക. നമ്മുടെ സിമ്പിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലരും പല രീതിയിലാവും ഉണ്ടാക്കുക. ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഫ്രൈഡ് റൈസാണ്.